ഹലോ ഹലോ എടാ വസ്തു അളക്കം വിളിച്ചു വരച്ചിട്ട് ഇപ്പൊ ആരെ കാണുന്നില്ല. ഹലോ ഹലോ എന്റെ വീടിന്റെ മുറ്റത്ത് നിന്ന് ഫോൺ വിളിക്കാൻ പറ്റത്തില്ല. ശാന്തയുടെ വീട്ടിൽ വന്നാ അങ്ങോട്ട് പോണം. എന്റെ അമ്മച്ചി ഞാൻ അളക്കാൻ വന്നതാ. എന്നെ നീ അളക്കാറായിട്ടില്ലടാ. എടാ എന്നെ നീ അളക്കാറായിട്ടില്ല. അമ്മച്ചി അതല്ല പറഞ്ഞു. നിങ്ങള് വസ്തു അളക്കാൻ അപേക്ഷ കൊടുത്തായിരുന്നോ? അത് നീ വലിച്ചു കയറിയാൻ കളഞ്ഞോ? ഇല്ലെന്ന്. വസ്തു അളക്കാൻ വന്നതാ ഞാന്. അതിന് വന്നായിരുന്നു. എനിക്ക് ഇതിന്റെ 4 മൂല എല്ലായിടും ഒന്ന് നോക്കണം. എന്നിട്ട് അത് ചിട്ടം വരുത്തണം. മോനെ അകത്ത് നല്ലൊരു കക്കൂത്തും വെള്ളവും എല്ലാ സൗകര്യവും ഉണ്ട്. ചിട്ടം വരുത്തണം. ഉറപ്പ് വരുത്തണം. ഉറപ്പ് വരുത്തണം അല്ലയോ? എന്നാ മോന് ഇവിടെ നിൽക്കി, ഞാൻ ഇരിക്കാൻ കസേര എടുത്തോണ്ട് വരട്ടെ. അമ്മച്ചി വന്നപ്പോ നല്ലൊരു ആട്ട് കിട്ടിയെന്ന് പറഞ്ഞാലും പാവം താളയാന്ന് എനിക്ക് തോന്നുന്നു. അവിടെ വെച്ചാ മതി. ഞാൻ അവിടെ വെച്ചാ മതി. എന്തോ ചെയ്യാന്ന് പറ. മോനെ നീ എവിടെ പോടാ? എവിടെ പോവാ? നല്ല ഇടപാടായി പോയല്ലോ. നീ വന്ന കാര്യം പറ. ഈ വസ്തുവിനകത്തോടല്ല ഈ ലൈൻ അങ്ങോട്ടായി പോന്നേ. അത് ശാന്തയുടെ അവിടോട്ട് പോകുന്ന ലൈനാ. ഒരു തമിഴനാ കേട്ടോ. ഞങ്ങളെല്ലാം കൂടി കുറെ പ്രാവശ്യം ഒരു വാണിംഗ് കൊടുത്ത നാട്ടുകാരെ. അതല്ല ഈ കറണ്ട് കമ്പി. അതോ അത് ശാന്തയ്ക്ക് വെട്ടം കാണാൻ കൊടുത്തേക്ക് വന്നേ. ആണോ? അതാരാ അതിന് വന്ന് കസേര ഇട്ടിരിക്കുന്നു? ശാന്തയുടെ കൂട്ടുകാരിയാ. എടാ ഈ മുറ്റത്ത് എന്തോ നടക്കുന്നെന്ന് അറിയാൻ വേണ്ടി വന്നിരിക്കുവോ എവളാ? ഇവിടെ എന്തെങ്കിലും നടക്കുമ്പോ അവിടെ കസേര ഇട്ട് ആ വേലി. ഞാൻ കണ്ടു. അങ്ങോട്ട് നോക്കല്ലേ, അങ്ങോട്ട് നോക്കല്ലേ. ഞാൻ അങ്ങോട്ട് നോക്കുന്നില്ല. അമ്മച്ചി പോയി ആധാരം ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ ആധാരം എടുത്തോണ്ട് വരാം. മോനെ നീ ഞാൻ ഇരുന്നോ. അയ്യോ മോനെ, എനിക്ക് ബാങ്കിൽ നിന്ന് ഒരു നോട്ടീസ് വന്നിട്ടുണ്ട്. ഇംഗ്ലീഷ് എനിക്കൊരു കുന്തോ മനസ്സിലായില്ല. കൊണ്ടു കൊടുക്കുമ്പോ അതൊക്കെ നോക്കിട്ട് വേണ്ടേ കൊടുക്ക. അവരെ മനസ്സിലാക്കണ്ടേ. അമ്മച്ചി പേടിക്കാനൊന്നുമില്ല. ദൈവമേ, ഇത് സംഭവം എന്താണെന്നറിയാവോ? ഇത് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഒരു മെഡിക്കൽ സ്റ്റോർ ഇല്ലേ, അവിടെ ഒരു പയ്യൻ നിൽപ്പുണ്ട്. അവൻ ഇംഗ്ലീഷ് അറിയാം. കൊള്ളാം. അപ്പൊ നിനക്കറിയത്തില്ല. നമ്മക്ക് അളവല്ലേ, നമ്മൾ മലയാളം മീഡിയം അല്ലേ. കൂടുതൽ അളവാ. ആധാരം മോനെ എനിക്കൊരു സംശയമുണ്ട്. ഈ മുന്നാധാരം പിന്നാധാരം എന്ന് പറഞ്ഞാൽ എന്തോ അകളെ? എന്ന് പറഞ്ഞാൽ മുന്നാധാരം എന്ന് പറഞ്ഞാൽ ഇതിപ്പോ അമ്മച്ചിയുടെ മുമ്പിലല്ലേ നിൽക്കുന്നേ. ഇത് മുന്നാധാരം, മനസ്സിലായോ? അപ്പൊ ചോദിച്ചു കഴിഞ്ഞിട്ട് പിന്നെ എടുത്തോണ്ട് വന്നാൽ പിന്നാധാരം. അത് ശരിയാ. അപ്പൊ മിന്നാരം എന്തുവാ? മിന്നാരം മോഹൻലാലിന്റെ സിനിമ. അതല്ലെന്ന് പിന്നാധാരം. അതാ പറഞ്ഞത്. ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞ് പിന്നെ കൊണ്ടുവന്നെങ്കിൽ അത് പിന്നാധാരം. ഓഹോ, ഇപ്പൊ മനസ്സിലായോ? അമ്മച്ചി ഞാനൊന്ന് ചോദിക്കട്ടെ, ഇത് പോക്കുവരവ് നടത്തിയിട്ടുണ്ടോ അമ്മച്ചി? എന്റെ പൊന്നു ഞാൻ നടത്തിയിട്ടില്ല. അല്ലേ, എന്റെ കെട്ടിയവൻ നടത്തിയിട്ടുണ്ട്. ഏത് വില്ലേജില്? ഏത് വില്ലേജിലാണെന്നോ ഏത് പഞ്ചായത്തിലാണെന്നോ എനിക്കറിയത്തില്ല. മൂത്ത കൊച്ച് 2 വയസ്സായപ്പോ അവൻ ഒരു പോക്കങ്ങ് പോയി. പിന്നെ രണ്ടാമത്തെ കുഞ്ഞിനെ പ്രസവിച്ചു കഴിഞ്ഞപ്പോഴാ ഇവൻ വരവ്. അങ്ങനെ ഒരു പോകോരോ അവൻ നടത്തിയിട്ടുണ്ട്. പക്ഷെ ഞാൻ നടത്തിയിട്ടില്ല. അത് ഞാനാ മിടുക്കി. എനിക്ക് ഇത്രയും സൗന്ദര്യം ഉണ്ടാകും ഞാനത് നടത്തിയിട്ടേ ഇല്ല. മക്കൾ എത്ര പേരുണ്ട്? മക്കള് 2 പേരുണ്ട്. മൂത്തതാരാ? മൂത്തത് ഇളയവനാ. മൂത്തതെങ്ങനെ ഇളയവനാകുന്നേ? എടാ ഇന്നലെ വൈകിട്ട് ഇവിടെ ചേട്ടൻ ഒരു വഴക്കുണ്ടായി. അതിന്റെ അകത്ത് ഇത് ഇളയവനാ മൂത്തത്. അങ്ങനെ കിടന്ന് മൂത്തതല്ല ചോദിച്ചത്. അമ്മച്ചി പ്രായത്തിൽ മൂത്തതാരാ? പ്രായത്തിൽ മൂത്തതാ മുരളിയാ. മുരളിയാ. അവന്റെ പേരിൽ എന്തോ ഉണ്ട്. അവന്റെ പേര് 2 മോഷണ കേസുണ്ട്. അല്ലാതെ വസ്തു ഒന്നുമില്ല. അത് പേര് കൂട്ടാനായി ഈ അപേക്ഷ തന്നത്. അത് ഞാൻ ഇപ്പോഴാണ് നോക്കിയത്. അമ്മച്ചി ഈ ആധാരത്തിനകത്തൊരു പ്രശ്നമുണ്ട്. എന്തു നോക്കളെ? ഇത് ശരിയാക്കണമെങ്കിൽ തിരുവനന്തപുരത്ത് പോകണം. എവിടെ വേണമെങ്കിലും ഞാൻ ചെന്ന് കയറാം. എനിക്ക് ഇത് ശരിയാക്കി തന്നാ ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചൊന്ന് കേൾക്കണം. ശ്രദ്ധിച്ചാൽ കേൾക്കാം. പറയുന്ന സർട്ടിഫിക്കറ്റുകളെല്ലാം കരുതണം കേട്ടോ. ആദ്യം പത്രം വാങ്ങിക്കണം. പത്രം വായിച്ചാണ് ഞാൻ ഇവിടെ ഇരുന്നാ മതിയോ? തിരുവനന്തപുരത്ത് പോകണ്ടേടാ. അതല്ല പറഞ്ഞേ. പിന്നെ മുദ്രപത്രം 100 രൂപയുടെ ഒരെണ്ണം വാങ്ങിക്കണം. അത് വാങ്ങിക്കാം. 100 രൂപയുടെ വെള്ളപ്പേപ്പറും വാങ്ങിക്കണം. 2 രൂപയുടെ പോരെ മോനെ. എന്റെ അമ്മച്ചി ബാക്കി 98 രൂപയ്ക്ക് ചില്ലറ മാറാൻ നിന്ന് ആ വണ്ടി അങ്ങ് പോകും. മനസ്സിലായോ? 100 രൂപയ്ക്ക് വാങ്ങിക്കാം. വാങ്ങിക്കണം. ആധാരം 36 ആണോ? പിന്നെ 42 എന്നാ. ആധാറല്ല, പിന്നെ ആധാറുണ്ടോ? ആധാറുണ്ട്. അത് വരയ്ക്കാത്തിരിപ്പുണ്ട്. ഉണ്ടോ? അതോടെ എടുത്തോണം. എടുത്തിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ 10 മണിക്ക് ചെല്ലേണ്ടത്. അങ്ങനെയുള്ളപ്പോ ഇവിടെ ഓട്ടോ കിട്ടുമോ? ഓട്ടോ ഉണ്ടോ? പ്രസാദം ഉണ്ട്. അതും തൊട്ടോണ്ട് രാവിലെ അങ്ങ് പോണം. ഇവിടെ പ്രസാദം ഓട്ടോ ഉണ്ടെന്ന്. അന്ന് അവനെ വിളിച്ചിട്ട് തിരുവനന്തപുരത്ത് പോണം. അവിടെ ചെന്നിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചെന്നിട്ട് മുഖ്യമന്ത്രി ഒന്ന് കാണണം. എന്തിനാ? ഒരു സെൽഫി എടുക്കാൻ. എന്റെ നാളെ അവിടുന്ന് ഒപ്പ് വാങ്ങിക്കണം. അത് വാങ്ങിക്കാം. അത് വാങ്ങിച്ചിട്ട് നേരെ കളക്ടറേറ്റിൽ കൊടുക്കണം. അവിടുന്ന് നേരെ അത് പഞ്ചായത്തിൽ കൊണ്ട് കൊടുക്കണം. പഞ്ചായത്തിൽ കൊടുത്തിട്ട് മെമ്പറുടെ കൈ കൊടുക്കണം ഈ പേപ്പർ എല്ലാം കൂടെ. ശരി. കൊടുത്തിട്ട്
അമ്മച്ചി അവിടുന്ന് പിറ്റേ ദിവസം രാവിലെ 10 മണിയാകുമ്പോ മെമ്പർ വീട്ടിൽ വരും. അമ്മച്ചി എങ്ങും പോകരുത്. ഇല്ല ഞാൻ മെമ്പർ വീട്ടിൽ വന്ന് മെമ്പർ പറയും. എന്താ പറയും? ഇത് നടക്കുന്ന കേസല്ല. എടാ അപ്പൊ എന്റെ വസ്തുവിന്റെ കാര്യം എന്താ? ഞാൻ എങ്ങനെ പേര് കൂട്ടും? ഇതിനിപ്പോ ഒറ്റ വഴിയേ ഉള്ളൂ. എന്തുവാ? പഞ്ചായത്തിൽ പോയിട്ട് ചെല്ലാൻ വാങ്ങിക്കണം. നിനക്ക് തെറ്റി. വാങ്ങിക്കാൻ ചെല്ലണമെന്നാ? അല്ലെന്ന് ചെല്ലാൻ വാങ്ങിക്കണമെന്ന്. വാങ്ങിക്കാൻ ചെല്ലണമെന്നാടാ. ചെല്ലാൻ വാങ്ങിക്കണം. ചെല്ലണോ? ഞാൻ എന്റെ മുറ്റത്തിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്. വാങ്ങിക്കാൻ ചെല്ലണം. ചെല്ലാൻ വാങ്ങിക്കണമെന്ന്. എന്റെ കുടം തട്ടി എറിയരുത്. വാങ്ങിക്കാൻ ചെല്ലണമെന്ന്. എന്റെ പെരക്കകത്തുനിന്ന് വാങ്ങിക്കാൻ ചെല്ലണമെന്നാ പറഞ്ഞത്. എന്റെ പെരക്കകത്തുനിന്ന് വാങ്ങിക്കാൻ ചെല്ലണമെന്ന് പറഞ്ഞത്. മിണ്ടി പോയേക്കരുത് കേട്ടോ. ഇന്നിവിടെ വസ്തു അളക്കുന്നില്ല. വസ്തു ഇന്നിവിടെ അളക്കുന്നില്ല. അവിടെ നിങ്ങളുടെ നാക്കിന്റെ നീളം അളന്നിട്ടേ അത് വെട്ടി ആ തോട്ടി കൊണ്ട് കളയും. പ്രായമായ ഒരു അമ്മച്ചിയല്ലേ അങ്ങ് സമാധാനിക്കും മോനെ. നീ അങ്ങ് സമാധാനിക്ക. മോൻ എന്തുവാ പറഞ്ഞത്? അമ്മച്ചി ചെല്ലാൻ വാങ്ങിക്കണമെന്ന്. ചെല്ലാൻ വാങ്ങിക്കണം ഇല്ലയോ? ചെല്ലാൻ വാങ്ങിക്കണം. മോനെ വെള്ളം വേണോടാ? ചെല്ലാൻ വാങ്ങിക്കണം. ഞാൻ അങ്ങനെ പറയത്തില്ല. വാങ്ങിക്കാൻ ചെല്ലണോന്നേ ഞാൻ പറയത്തുള്ളൂ. എന്റെ വസ്തു ചെല്ലാൻ വാങ്ങിക്കണം. എന്റെ ചെല്ലാൻ പറഞ്ഞേ.